സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കാണാൻ പോയി, തുടരും. അപ്പോൾ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതിലാണ് എനിക്ക് അംബാസഡർ വാങ്ങണമെന്ന്. സോ പക്ഷേ അംബാസഡർ ഇവിടെ നോക്കിയിട്ട് കിട്ടാനുമില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായം കാരണം എനിക്കാണ് അംബാസഡർ കിട്ടി ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങാൻ പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലുണ്ട്. സോ ഞാൻ ആദ്യം കൊടുക്കാൻ നിന്നായിരുന്നു, അപ്പോൾ അതാരും വാങ്ങിയില്ല. അങ്ങനെ ഇപ്പോൾ ഗ്യാരേജിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ വണ്ടി നല്ല കണ്ടീഷനായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനാണ് അവൻ്റെ ഗ്യാരേജിനടുത്ത് നിർത്തി. അപ്പോൾ ഇതാണ് അവൻ്റെ ഗ്യാരേജ്. ഓക്കെ ഗൈസ്, സാധാ വണ്ടി അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പൊടി ആയെന്ന് പറഞ്ഞിട്ട് ഇവനത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ പോണ വണ്ടി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവനോട് സംസാരിച്ച് നോക്കാം. ഹലോ ബ്രോ, സുഖല്ലേ? ആടാ സുഖം. ഈ വണ്ടി പിന്നെ ഇവിടെ വെറുതെ കിടക്കണോണ്ട് നിനക്ക് തരാ വിചാരിച്ച്. പിന്നെ ഇനി വല്ല സിനിമ കണ്ടിട്ട് ഇങ്ങനെ പ്രാന്തായിട്ട് എൻ്റെ അടുത്തേക്ക് വരലിട്ടോ. ഇനി ഇങ്ങനത്തെ വണ്ടിയൊന്നും എനിക്ക് കിട്ടൂല. അതൊന്നും വേണ്ട. ഇനി ഞാൻ നിന്നോട് ചോദിക്കില്ല. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് ഭ്രാന്തായിട്ടൊന്നും ചോദിക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവനെ മനസ്സിലായോ? ഇവനെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എൻ്റെ സിവിക്കാണോ ഞാൻ ഇറക്കിയിട്ടില്ലായിരുന്നോ? എൻ്റെ സിവിക്ക് ഇറക്കാൻ വേണ്ടി എന്നെ സഹായിച്ചു വരുത്തുന്നില്ലേ, അവനാണ് ഇത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൻ അത്ര നല്ല ചെക്കനാണോന്ന്. നല്ല ചെക്കനാണ്. സോ അന്ന് കുറച്ച് പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. അത് പിന്നെ എന്താ ഇവനോട് ചോദിച്ചാൽ ഇവ പറയില്ല. അത് ഇവൻ എങ്ങനെയാണ്. അപ്പോൾ കേസ് നമുക്ക് ഐശ്വര്യമായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങാം. ഓക്കെ ബ്രോ, എന്നാൽ എനിക്ക് വണ്ടി അങ്ങനെ തന്നേക്ക്, ഞാനെന്നാൽ പോയിക്കോളാം. അല്ല, ഈ വണ്ടീൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? ബഡ്ജറ്റ് ഞാൻ ആദ്യം കൊടുക്കാൻ വെച്ചപ്പോൾ 1 lakh ആയിരുന്നു. പിന്നെ ഇപ്പാണ് ഈ വണ്ടി നല്ല സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നീ ആയതുകൊണ്ട് നിനക്ക് ഞാനൊരു 30,000-ന് വണ്ടി തരാം. ഓക്കേടാ മുത്തേ, താങ്ക് യുടാ. അപ്പോൾ കേസ് ഇവനാണ് വണ്ടി 30,000-ന് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു ലാഭമാണ്. അപ്പോൾ കേസ് ഞാനാണ് ഇവനൊന്ന് ക്യാഷ് കൊടുത്തിട്ട് വരാം. ഓക്കെ കേസ്, അങ്ങനെ ഞാനിവന് ക്യാഷൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇപ്പം അവൻ എന്തൊക്കെയോ വെച്ച് വണ്ടി ഓണാക്കി തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോണ ടൈമിൽ ഓഫ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരിപ്പോൾ വർക്ക്ഷോപ്പ് കൊണ്ട് വണ്ടി റെഡിയാക്കണം. പണ്ടത്തെ വണ്ടിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് പണിയാക്കിയാണ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി കൊണ്ടുപോവാം. എടാ, എന്നാൽ ഞാൻ നിൻ്റെ അംബാസഡറായിട്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ്. പിന്നെ എൻ്റെ വണ്ടി ഞാനാണെന്നാൽ അൺലോക്കാക്കി വെക്കാം. ഞാൻ അൺലോക്കാക്കി വെക്കാം. നീയാണോ എൻ്റെ വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി. ഞാൻ നോക്കട്ടെ, എനിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കുകയാണെങ്കിൽ നീ കൊണ്ടുവന്ന് തന്നാൽ മതി കേട്ടോടാ. അതിനെന്താടാ, ഞാൻ ഈ വണ്ടിയൊക്കെ കൊണ്ടുതരാം. അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ നീ പെട്ടെന്ന് പോയിക്കോ, കാരണം ഈ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ് കേട്ടോ. എന്നാൽ ഞാനാണ് പിന്നാലെ വരാം. ഓക്കേടാ, എന്നാൽ ഞാൻ വണ്ടി ഒന്ന് കൊണ്ടുപോവാണ് കേട്ടോ. ഓപ്പ കേസ് ഒക്കെ നമ്മൾ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഹൈ സ്പീഡിലേക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കേസ്. പിന്നെ നോക്കണ കേസ്, ഈ ഒരു വണ്ടി 1 കിലോമീറ്റർ പോയിട്ടല്ലോ കേസ്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് 1 കിലോമീറ്റർ പോലും പോയില്ലേ. ഓക്കെ, അപ്പോൾ വണ്ടി എടാ, ഇതൊന്ന് വണ്ടി പെട്ടെന്ന് ഓഫായി പോയി. ഓക്കെ കേസ്, എന്തോ വണ്ടി പെട്ടെന്ന് ഓഫായി പോയി. ഓൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഹൈ സ്പീഡ് പോകരുത്. അയ്യോ, പണി പാളിയോ. ഓക്കെ, ഇതെന്താടാ. ഓക്കെ ഗൈസ്, ഓക്കെ വണ്ടി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് വർക്ക്ഷോപ്പ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഇവിടെ പരിചയക്കാരായതുകൊണ്ട് തന്നെ ഇവർ പവറാക്കി തന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നിർത്തിയേക്കാം. ഇവിടെ വണ്ടി ഉണ്ടോ? ഓക്കെ, ഇവിടെ വണ്ടി ഇല്ല. എന്നാൽ കയറ്റിനോടത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു പിന്നെ കയറ്റിക്കോളും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ബാക്ക് എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വണ്ടിയാണോ ഒരിടത്ത് കയറ്റിക്കോളും. ഒരിപ്പോൾ ഇവിടെ ഇല്ല, ഒരിപ്പോൾ എവിടെ പോയതാന്ന് തോന്നണേ. അവിടുത്തെ ഇവിടെ കസ്റ്റമർ ഉണ്ടെന്ന് ഓരോ കാണാനില്ല. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. ഈ കേസ് ഇങ്ങനെ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണ് എത്താനായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ നിന്നൊരു വണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓനാണെന്നാണ് തോന്നണത്. ഗൈസ്, ഓക്കെ ഓനാണ്. ഓക്കെ, ഓൻ വണ്ടി കറക്റ്റായിട്ട് ഇവിടെ നിർത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കൻ എന്താ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെക്കനോട് ഇനി എങ്ങനെയാണ് തിരിച്ച് പോകുക എന്നൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇവിടെ നോക്കടാ.
ആ ആടാ. ഓക്കെ, അപ്പം വണ്ടി ഇതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിങ്ങിപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടുമോ നോക്കട്ടെ. ബസ്സോ? നീ എന്ത് പൊട്ടൻ? അല്ല ഇതെന്താ കേസ് ഇവിടെ പെട്ടെന്ന് എൻ്റെ വണ്ടീൻ്റെ എന്താ ഈ ഒരു സൈഡ് തട്ടി കിടക്കണേ? എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ എൻ്റെ വണ്ടി സൂക്ഷിച്ചുകൊണ്ടാ, നീ തട്ടിച്ചല്ലേ? അത് പിന്നെ അണ്ണ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ബ്രേക്കാന്ന് വിചാരിച്ച് ക്ലച്ച് ചവിട്ടിയത്. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു പോസ്റ്റുമ്പോൾ പോയി ഇടിച്ചത്. വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ആ പോസ്റ്റ് അവിടെ വീണുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഇവിടേക്ക് കറണ്ട് ഉണ്ടാവില്ല. അത് ശരിയല്ലേ. ഇനി ഞാൻ എങ്ങനെയാടാ ജോലി എടുക്കുക? എൻ്റെ ഇവിടെ ഇൻവേർട്ടർ പോലും ഇല്ല എൻ്റെ ഷോപ്പിൽ. ഇനി ഞാൻ എങ്ങനെ ജോലി എടുക്കുക? 2 ദിവസത്തേക്ക് കറണ്ടും ഇല്ല, വണ്ടിക്കാണ് എത്രയോ പണിയുണ്ട്, അതൊക്കെ കറണ്ട് ആവശ്യമുണ്ട്. സോറി അണ്ണ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലല്ലോ. പിന്നെ മാത്രമല്ല, അണ്ണന് ഞാനൊരു വണ്ടി കിട്ടാൻ വേണ്ടി കുറേ സഹായിച്ചില്ല അണ്ണ. ഒന്ന് വിട്ടേക്ക് സോറി അണ്ണ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല അണ്ണ. ആ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി റെഡിയാക്കുകയൊക്കെ വേണം. ആ കുഴപ്പമില്ല. നീ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് വണ്ടിയൊക്കെ കിട്ടാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ. ആ കുഴപ്പമില്ല. ഞാൻ ഇനി മിണ്ടൂല അണ്ണനോട്. അണ്ണനോട് കുറേ ചൂടായില്ലേ. അണ്ണന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അണ്ണനോട് ചൂടായില്ലേ. എനിക്ക് നല്ല വിഷമം. ഇനി ഞാൻ അണ്ണനോട് മിണ്ടിയല്ലേ. ഡാ വലിയ ആക്ടിങ് ഒന്നും കാണിക്കില്ലേ. എനിക്ക് നിൻ്റെ സ്വഭാവം നല്ലോണം അറിയാം കേട്ടോ. ഈ അണ്ണനെ അറിയാല്ലേ. ശ്ശേ, ഞാൻ വിചാരിച്ച അണ്ണനെ അറിയില്ലാന്ന്. ആ അതൊക്കെ പോട്ടെ. അല്ല നീ ഇനി എങ്ങനെയാ പോണത്? ഞാൻ ആക്കി തരണോ നിന്നെ? വേണ്ട അണ്ണ, ഞാൻ ഇനി ഇവിടുന്ന് ബസ് കിട്ടുമോ നോക്കട്ടെ. എടാ നീ പൊട്ടനാണോടാ? നീ എന്ത് പണിയാണ് കാണിക്കണത്? നിൻ്റെ ഷോപ്പിലേക്ക് പോകാൻ ഇവിടെ 2 കിലോമീറ്റർ ഉള്ളൂ, അതിന് നീ ബസ്സിൽ പോകണോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആക്കി തരൂലേന്നോ? എൻ്റെ വണ്ടിയാണ് കണ്ടീഷനായിപ്പോയി. അതല്ലെങ്കിൽ നിന്നെ ആക്കി തന്നേനെ. എന്തായാലും ഞാൻ നിനക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വരുമോ നോക്കട്ടെ. ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ അതിൽ നിന്ന് ആക്കി തരാം. അല്ല വേണ്ട അണ്ണ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം നിൻ്റെ കയ്യിൽ ബസ്സിന് പോകാനുള്ള പൈസ ഉണ്ടല്ലോ, അതോ? അണ്ണന് എന്നോട് ഇഷ്ടമാണെങ്കിൽ തന്നേക്ക്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം.